ഈ കുടുംബത്തെ സഹായിക്കുമോ? ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നമ്മൾ കാണുന്ന നിത്യ കാഴ്ചയാണ്. ക്യാൻസറോ ഹൃദ്രോഗമോ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നതിനാൽ നമ്മൾ ഒരാഴ്ച കൊണ്ട് സമ്പാദിച്ച തുകയെടുത്ത് മുഴുവൻ ചിലവാക്കിയാലും നമുക്ക് ആ ഒരു ചികിത്സയ്ക്ക് മതിയാവില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ സഹായത്തിനായിട്ട് അപേക്ഷിക്കേണ്ടി വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എത്ര അഭിമാനിയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ സഹായത്തിനായിട്ട് അപേക്ഷിച്ചേ പറ്റൂ, നമ്മളതിന് നിർബന്ധിതരാകും. എന്നാൽ മാസം ഒരു 400-500 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ സഹായത്തിന് അപേക്ഷിക്കേണ്ടി വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പക്വതയൊക്കെ ഉള്ള എൻ്റെ കൂട്ടുകാരോട് ഞാൻ എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് പറയാറുണ്ട്, അവരെ കൊണ്ട് അത് എടുപ്പിക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പക്വതയുള്ള എല്ലാവർക്കും തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് കമ്പനിയുടെ എടുക്കും? ഒരു ഏജന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ടൈപ്പ് ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുടേതായിരിക്കും നമുക്ക് അയാൾ റെക്കമെൻഡ് ചെയ്യുക. അതെടുത്തു കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴാണ് അറിയുന്നത് മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പ്ലാനിൽ എന്ന് പറഞ്ഞാൽ മികച്ച ഫീച്ചേഴ്സ് ഉണ്ട് നമ്മളെടുത്തതിനേക്കാൾ. അത് മാത്രമല്ല നമ്മളെടുത്തേക്കുന്ന ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ സ്ഥിരം പരിപാടിയാണ് ക്ലെയിം നിരസിക്കലെന്ന്. എന്നാൽ ഒരു 10 മിനിറ്റ് ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായുള്ള 51-ൽ പരം ഇൻഷുറൻസ് കമ്പനികളുടെ നിന്നും ഏറ്റവും മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ ഫീച്ചേഴ്സൊക്കെ നോക്കി നമുക്ക് എടുക്കാനും അത് മാത്രമല്ല ഒരു 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാനും സാധിക്കും. അത് മാത്രമല്ല ഇപ്പം നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന 18% GST അതുകൂടി നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി, ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആകും. അപ്പോൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആർക്കൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്കാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കും പങ്കാളിക്കുമാണോ, നിങ്ങൾക്കും പങ്കാളിക്കും കുട്ടികൾക്കുമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനാണോ, അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തുടർന്ന് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ എൻ്റർ ചെയ്ത് അതുപോലെ വയസ്സും നിങ്ങളുടെ ലൊക്കേഷനും ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കുറേ അധികം രോഗങ്ങൾ ഉണ്ട് എങ്കിൽ അതവിടെ ടിക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ സത്യസന്ധമായിട്ട് ഉള്ള വിവരങ്ങൾ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ നിരവധി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്ലാനുകൾ നോക്കിയാൽ അറിയാം, ഇന്ത്യയിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് തന്നെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും വിവരങ്ങളും അവിടെയുണ്ട്. നിങ്ങളുടെ പ്രായമൊക്കെ അനുസരിച്ചിട്ട് മാസം 300 രൂപയും 400 രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നിരവധി പ്ലാനുകൾ ഇവിടെ കാണാം. അതും 1 കോടിയുടെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട്. നമ്മളൊരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അയാൾ എപ്പോഴും ഒരു പ്ലാനായിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യുക. ഇതുപോലെ നിരവധി പ്ലാനുകളൊന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. പ്രീമിയം കുറവുള്ള പ്ലാൻ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് തന്നെ വേഗം പോയി സെലക്ട് ചെയ്യരുത്. നമ്മൾ നോക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സിറ്റി അത് ടയർ 1 ആണോ ടയർ 2 ആണോ എന്നൊക്കെ അനുസരിച്ചിട്ട് പ്രീമിയത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. ആ തുക കുറഞ്ഞ പ്ലാൻ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് തന്നെ വേഗം കയറി സെലക്ട് ചെയ്യരുത്. നിങ്ങൾ പകരം നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള പ്ലാനുകൾ ഏതൊക്കെയെന്നാണ് നോക്കേണ്ടത്. എന്നിട്ട് അവ ആദ്യം പരിഗണിക്കുക. ഒറ്റ ലുക്കിൽ നോക്കുമ്പോൾ പ്രീമിയം വളരെ കുറവാണ്, അതേസമയം കവറേജ് സെയിം ആണ് എന്നൊക്കെ നമുക്ക് ചില പ്ലാനുകൾ കാണുമ്പോൾ തോന്നുമെങ്കിലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പ്രീമിയം കുറഞ്ഞ പ്ലാനുകളിൽ നമുക്ക് ചില ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് താമസിക്കാൻ AC റൂം നമ്മുടെ ആ ഒരു ഇൻഷുറൻസിൽ അനുവദിക്കുന്നുണ്ടാവില്ല. അതുപോലെ ഗ്ലൗസ്, നീഡിൽസ് ഇങ്ങനെയുള്ള കൺസ്യൂമബിൾസിനും കവർ ലഭിക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ വീടിനടുത്ത് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലുകൾ അവരുടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളിൽ ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ആ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് നൽകുന്ന പ്ലാനുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ പ്ലാനുകളുടെയൊക്കെ താഴെ കമ്പയർ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ചൊരു ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ 25% വരെ ഡിസ്കൗണ്ടിൽ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല BP, ഡയബറ്റിസ് പോലെയുള്ള പ്രീ എക്സ്റ്റിങ് ഡിസീസസ് ഉള്ളവർക്ക് ഫസ്റ്റ് ഡേ തൊട്ട് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ പാരൻസിനൊക്കെ ഒരു പ്ലാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ പ്ലാനുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും, അതായത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതും മാസം തോറും അടച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. അത് മാത്രമല്ല ഇപ്പോൾ മെറ്റേണിറ്റി കവറേജ് ആവശ്യമുള്ളവരാണെങ്കിൽ അതിനുള്ള പ്ലാനുകളും ഇന്ന് ഓൺലൈനിൽ ലഭ്യമാണ്. പക്ഷെ ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള പ്ലാനുകളൊന്നും തന്നെ കാണില്ല. നാട്ടിൽ ചികിത്സ ആഗ്രഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു NRI അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ലിങ്കിലൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18% GST അവിടെ ഒഴിവാക്കി കിട്ടും. നിങ്ങളുടെ മാതാപിതാക്കൾ അവർ നാട്ടിലുള്ളവരാണെങ്കിലും അവർക്കും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആ ഒരു ലിങ്കിലൂടെ എടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ്, ലാബ് ടെസ്റ്റ്, അതുപോലെ മരുന്നുകൾ ഇതൊക്കെ തന്നെ അറേഞ്ച് ചെയ്യാനും സാധിക്കും.
പിന്നെ ക്ലെയിമിൻ്റെ ഒക്കെ പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറെയും അവർ ഏർപ്പാടാക്കി തരുന്നുണ്ട്. വെറും 30 മിനിറ്റിനുള്ളിൽ നമുക്ക് ക്ലെയിം സപ്പോർട്ടും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഒന്നും തന്നെ വേണ്ട. പിന്നെ ക്ലെയിമുകൾ റിജക്റ്റ് ആവാതിരിക്കാനും നമ്മുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ തുക പോലും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 1000-ഓ 2000-ഓ ഒക്കെ ചിലവ് വരുന്ന ഒരു ചികിത്സയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ക്ലെയിം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കും. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിലും നമുക്ക് ക്ലെയിം കിട്ടിയിട്ടും ആ ഒരു ഹോസ്പിറ്റൽ ബില്ലിൻ്റെ 5%-ഉം 10%-ഉം ഒക്കെ നമ്മൾ ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മോഡേൺ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ PPE കിറ്റ്സ്, ഗ്ലൗസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഹോസ്പിറ്റൽ എന്തായാലും നമ്മുടെ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അതിൻ്റെ ചാർജ് നമ്മൾ നൽകേണ്ടി വരും. പിന്നെ ഒരു മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ക്ലെയിമുകൾ റിജക്റ്റ് ആവാനും സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വരുന്ന ഹോസ്പിറ്റൽ എമർജൻസിയെക്കുറിച്ച് ഇൻഷുറൻസ് കമ്പനിയെ നിങ്ങൾ നേരത്തെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പറയുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്ലെയിം റിജക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന ആഡ് ഓൺ കൂടി എടുത്തിടുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ PPE കിറ്റോ അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് അതിനുകൂടി കവറേജ് കിട്ടുന്നൊരു ആഡ് ഓൺ ആണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ വർക്കിലൊന്നും ഡിലേ വരാതെ നമുക്ക് ഉറപ്പായിട്ടും ക്ലെയിം ലഭിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ പല ആളുകൾക്കും നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനും ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ടുന്ന ലിങ്ക് അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്ന പക്ഷം അവിടെ ടോക്ക് ടു അസ് എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ആ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നിങ്ങളുടെ ജില്ലയിലുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് തന്നെ നിങ്ങളെ വിളിച്ചിട്ട് വിശദമായിട്ട് എല്ലാ പ്ലാനുകളും പറഞ്ഞുതരും. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പിന്നീട് എടുക്കാമെന്ന്. പക്ഷേ ആവശ്യം വന്നു കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ അതൊന്നും എടുത്തില്ലല്ലോ എന്ന് കൂടി പല ആളുകളും ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് അതൊരു ചെറിയ പ്ലാനുകൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ആ ഒരു ബഡ്ജറ്റുള്ളതെങ്കിൽ നിങ്ങൾ എടുത്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്കും ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും വലിയ അറിവില്ല.